വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. കുറേ നാളിന് ശേഷമാണ് ഞാനും വാച്ചിയും കൂടെ ഇപ്പോൾ വ്ളോഗ് എടുക്കാൻ വന്നേക്കുന്നത്. സമ്മർ ലീവൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു. ഞാനല്ല, വാവച്ചി ഫുൾ ടൈം കളിയായിരുന്നു. ഇന്നാണ് വാവച്ചിക്ക് ഒന്ന് കൈ കിട്ടിയേക്കുന്നത്. സോ വാവച്ചി പറഞ്ഞു വാവച്ചിക്ക് മണ്ണിൽ കളിക്കണമെന്നു. അപ്പം നമുക്ക് മണൽ വേണം അതിന്. അപ്പം നമ്മൾ എവിടെയാണ് പോകണമെന്ന്? അച്ചാച്ചൻ്റെ വീട്ടിൽ, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ നമുക്ക് റിവറുണ്ട് സൈഡിൽ. അപ്പോൾ റിവറിൽ നിന്ന് കുറച്ച് മണലൊക്കെ എടുക്കാൻ ഓർത്തിരിക്കുകയാണ്. കളിക്കാൻ വേണ്ടിയിട്ടാ കുറച്ച് മണലെടുക്കുന്നത്. ആണോ? ഹാപ്പിയാണോ? അതുകൊണ്ട് റിവർ കണ്ടിട്ടുണ്ടോ വാവച്ചി ഇതുവരെയ്ക്ക് മുന്നേ? എപ്പോ? അന്ന് പോയപ്പോ അപ്പഴേ കണ്ടുള്ളൂ. ഇപ്പൊ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റ്മെന്റ് ഉണ്ടോ റിവർ കാണാനായിട്ട്? എന്തുണ്ട്? എക്സ്റ്റെൻഡ് ഉണ്ടോ? എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും അതെ. പുതിയ ഒരു പൂവൊക്കെ വന്നൂല വാച്ചി. അയ്യോ, നീ പൂ പറിച്ച? ആക്ച്വലി പൂ പറിച്ചതാണ്, താഴെ വീണ് കിടന്നാണ്. പൊന്നാ പറിച്ചോ? ഇനി പൂ പറിക്കില്ല കേട്ടാ. പൂ നമ്മൾ ചെടി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി പറിക്കില്ല കേട്ടാ. പൂ ചെടിയിൽ വെക്കുമ്പോൾ അതിന്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പൂക്കൾ. ഞങ്ങളുടെ ചെറിയ ചെറിയ പൂക്കളാണ്. ഓക്കെ, പോവാം നമുക്കപ്പോ. എന്റെ കിട്ടിക അവിടെ മൊത്തം അവിടെ കൂടുതൽ സാധനം ഉണ്ടായിരുന്നു. അത് കുറച്ചിട്ട് ഊരി ഞങ്ങള്. ആര്? ഫ്രണ്ടോ? എന്റെ ഫ്രണ്ട് വന്നു. ഓക്കെ, അതാണ് ആ ചേച്ചിന്റെ വീട്. അങ്ങനെ നമ്മളിതേ അപ്പൂപ്പന്റെ വീട്ടിലെത്തി. വാവച്ചിയുടെ അപ്പൂപ്പന്റെ വീട്ടിലെത്തി അല്ലേ വാച്ചി? നമുക്ക് പശുവിനെ കണ്ടാ കൊച്ച്? പേടിക്കണതിനാ? ഇതാണ് നമ്മുടെ അപ്പൂപ്പന്റെ നാട് അല്ലേ? തറവാട്, ഞങ്ങളുടെ തറവാട്. അപ്പൊ നമ്മള് പശുവിനൊക്കെ കണ്ടു അല്ലേ വാച്ചിക്കുട്ടാ? വാവച്ചിനെ എല്ലാം കാണിക്കാൻ കൊണ്ടുവന്ന, പശുവിനെ കാണിക്കാൻ കൊണ്ടുവന്ന റിവർ. വാവച്ചിനെ പിടിച്ചോട്ടോ. അയ്യോ, വെള്ളമേ ഇല്ലല്ലോ മോനെ. റിവറിൽ വെള്ളമില്ലല്ലോടാ. മമ്മ ഇവിടെ കുളിച്ചിട്ടുണ്ട് പണ്ട്. മമ്മ കുഞ്ഞായിരുന്നപ്പം വെള്ളം കുറെ ഉണ്ടായിരുന്നു. ഒട്ടും വെള്ളമില്ല. വാച്ച് കുറച്ച് വലുതാട്ടെ കേട്ടോ. റിവറിൽ കുളിക്കണമെങ്കിൽ നമ്മൾ സേഫ് ആയിട്ടൊക്കെ കുളിക്കണം. ഓക്കെ, ഇതിപ്പോ കഴിഞ്ഞ വർഷം പണിതോ പാലത്. ഇതാണ് കൊടംപുളിയുടെ ട്രീ. വാച്ചി ചേട്ടാ, പുളിയുടെ ട്രീ എപ്പൊ കണ്ടിട്ടുണ്ട്? ഇപ്പഴാ ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തന്നെ. വാച്ചി കണ്ടിട്ടുണ്ടോ? ഇതാട്ടോ ട്രീ. ആ ട്രീ ഇവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കണ്ടോ. റോസ് ഉണ്ടോ വാച്ചി? ഇതേ റോസ് ഉണ്ടോ? റോസ് ഉണ്ട്. ഇതേ റെഡ് റോസ് ഉണ്ടോ മോൻ? റെഡ് റോസ് ഉണ്ട്, ജമന്തി ഉണ്ട്. ആ പൂവിന്റെ പേര് മറന്നുപോയി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടേ പോവാ? ചെമ്പരത്തി പൂവോ? നീ പഠിച്ചില്ലേ? ഹിബിസ്കസ് പഠിച്ചില്ലേ? അത് നോക്കിക്കേ, തൊട്ട് നോക്കിക്കോ. പറിക്കല്ലേ, തൊട്ട് നോക്കിയാൽ മതി. കണ്ടോ, ഇതാണ് ഹിബിസ്കസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഥലം. ഇതൊക്കെ നമ്മുടെ പറമ്പാണ്. ആച്ചി, ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു ആച്ചി. ആച്ചി, ഇത് പട്ടിക്കൂടാണ് ആച്ചി. ഇത് പട്ടിക്കൂടുണ്ടായിരുന്നു കണ്ടോ. ഇവിടെ നോക്ക്, ഇതെന്നാ നോക്കി, എന്നാ സംഭവം? ഇത് ഇതെന്നതാ? ഇത് നോക്ക്, ഇതെന്നതാണ്? എന്തുവാ അത്? മുളകാണ്. ചില്ലി ഇല്ലേ, അതാ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ലൈഫിൽ. ഇത് മുളകാണ്, കണ്ടുപിടിച്ച്. അതല്ലേ പട്ടീനെ കാണുവാനില്ലെന്ന് പറഞ്ഞത്. ഒരു പട്ടി ചത്തു, ഒരു പട്ടി കാണുവാനില്ല ഇവിടെ. ഓ, അതാണ് പറഞ്ഞത്. നല്ല പട്ടിയായിരുന്നു അത്, ഒരു വെള്ള കളറ്. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഒരു വെജിറ്റബിൾസ് ഗാർഡൻ ഒക്കെ ഉണ്ട്. അപ്പം
ഇതിൻ്റെ പേര് ഇവിടെ പറയുന്ന കത്രിക്ക എന്നാൽ കുറേ സ്ഥലങ്ങളിൽ വേറെ എന്തോ പേരാണ്. അപ്പം കത്രിക്കയുണ്ട്, പിന്നെ ആത്തയ്ക്കാ മരമുണ്ട് ഇവിടെ. ഇവിടെയൊക്കെയല്ലേ ഞാൻ പണ്ട് ചെറുപ്പത്തിലുണ്ടല്ലോ ഇവിടെയൊക്കെ ഓടി കളിച്ച് നടാനുള്ള സ്ഥലമായിരുന്നേ. പടക്കോ നീങ്ങും. പിന്നെ ഇവിടെ ഇതുണ്ടായിരുന്നു, വലിയൊരു മാവ്, നല്ല സൂപ്പർ മാങ്ങയായിരുന്നു. ഓ ഭയങ്കര പിന്നെ ഇവിടെ ഈ സ്ഥലമല്ലേ ഇവിടെ കിട്ടേക്കുന്നത്, ഇവിടെ ഫുൾ ഇതായിരുന്നു. മറ്റേ വെള്ളം ഒഴുകത്തില്ലിങ്ങനെ, അങ്ങനത്തെ കുറച്ച് ഇതുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം അപ്പം സ്ഥലം കൊടുത്ത് വീട് വയ്ക്കാൻ അപ്പം അതൊക്കെ പോയി. പിന്നെ ചക്ക കിടപ്പുണ്ട് അവിടെ. ചിറ്റയ്ക്ക് മെമ്മറീസ് തിരിച്ചു കിട്ടുന്നു. ആ ചക്ക കാണുന്നുണ്ടോ നീ? ആ ചക്ക കാണിച്ചതാ, എവിടെ ചക്ക ഉണ്ട് നോക്കടാ. എവിടെ? ആ പറ്റില്ല, ചക്ക അവിടെ കിടപ്പുണ്ട്, വാ കാണിച്ചത്. കാണാമോ ഗൈസ് ചക്ക? വാ ചക്ക കാണിച്ചതാ. ദേ വാവച്ച് വന്നു, നിങ്ങൾക്ക് ചക്ക കാണിച്ചു തരാം. ആവശ്യം ചക്ക കാണിക്കാൻ പോകും. വേറെ അതൊക്കെ ചക്ക മരത്തിൽ കിടക്കുന്നുണ്ടോ? കണ്ടോ? പഴുക്കട്ടെ, പഴുക്കുമ്പോൾ എടുക്കാം. ഉണ്ടോ ചക്ക? ഏപ്രിൽ അവസാനം മെയ് ഒക്കെ ആകുമ്പോൾ വരിക. ഉണ്ടോ? മെയ് ഫസ്റ്റ് വീക്കില്ലേ? ഇവിടെ നോക്കും, ഇവിടെ ചക്ക ഉണ്ട്. വാവച്ചിക്കൊക്കെ ഇതൊക്കെ ഭയങ്കര അത്ഭുതം തോന്നുന്നു അല്ലേ? നമ്മളുടെ കുറെ കണ്ടതുകൊണ്ട് വാച്ചി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം ഇങ്ങനെ ചക്ക മരത്തിൽ കിടക്കുന്ന കണ്ടാക്കണം അല്ലേ? കുഞ്ഞിലെ കണ്ട പിന്നെ ഓർമ്മ കാണത്തില്ല. വാവച്ചിയുടെ ഫേവറേറ്റ് അല്ലേ ചക്ക? ചക്ക ആവട്ടെ തരാട്ടാ. പോവാണോ? വാവച്ചിന്റെ അപ്പൂപ്പന്റെ കളിസ്ഥലം അതൊക്കെ, അപ്പൊ ഓടിക്കളിച്ച സ്ഥലം ഞാനും ഓടിട്ടുണ്ട്. പോലെ അങ്ങോട്ടാ പോണ്ടേ നമ്മള്. പിന്നെ ഇവിടുത്തെ അച്ചാമ്മയ്ക്കും അച്ചാച്ചനും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരെ കാണിക്കാത്ത കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ. അപ്പോൾ ഇനി ആവശ്യക്ക് മണ്ണെടുക്കണം. അപ്പം അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മണലുണ്ടെന്ന്, അത് തരാമെന്ന് പറഞ്ഞു കുറച്ച്. പിന്നെ മാങ്ങ നമ്മൾ കണ്ടില്ല, ചെറിയ മാങ്ങയായിരുന്നു, അതെങ്ങനെയെങ്കിലും നമ്മൾ പറിക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി അല്ലേ? അതെ, മാങ്ങ കഴിക്കണം. ഇനി നമുക്ക് അടുത്ത മെയ് ഫസ്റ്റ് വീക്ക് ഇവിടെ വരാം. അപ്പോഴത്തേക്കും ആ ചക്കയാകും, പിന്നെ ആ മാങ്ങ ആകും. അതൊക്കെ നമുക്ക് കഴിക്കണ്ടേ? വാവച്ചിക്കൊരു എക്സ്പീരിയൻസ് അല്ലേ അതൊക്കെ? അത് തന്നെ. ഓക്കെ, നമുക്ക് മണൽ എടുക്കുമ്പോൾ കാണാം. ഇതാണ് പൈനാപ്പിൾ. വാവച്ചി, പൈനാപ്പിളിന്റെ പ്ലാന്റ് ആണ്, മുള്ളാണ്, കൈ പോകുമോൻ്റെ. എങ്ങനെയുണ്ട്? ഇവിടെ കുറേ വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ നിനക്ക് എടുക്കണോ? ഇത് വലുതാകുമ്പോൾ നമുക്ക് കിട്ടും, അച്ഛമ്മ തരും. കണ്ടോ, മുള്ളാണ്, തുടരുത്. ഇതാണ് മമ്മ വലുതല്ലേ? എങ്ങനെയുണ്ട്? ആമി കണ്ടിട്ടുണ്ടോ? പൈനാപ്പിൾ അല്ല, പൈനാപ്പിൾ ഇങ്ങനെ ചെടി നിൽക്കുന്നേ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ല. ചിലപ്പം ഇത് കുഞ്ഞായിരുന്നപ്പോൾ ചുവന്നായിരിക്കും, വലുതാകുമ്പോൾ വേറെ കളർ വരുമായിരിക്കും. മയിലിൻ്റെ സൗണ്ട് കേട്ടോ, പീക്കോക്കിൻ്റെ സൗണ്ട് ഉണ്ട്. കപ്പയുണ്ട് ഇവിടെ, കപ്പ, എല്ലാ സംഭവങ്ങളും അത്യാവശ്യം ഉണ്ട്. നമുക്ക് മാങ്ങ പറിക്കാം. മാങ്ങ ദേ അവിടെ ഉണ്ട്, അവിടെ പോണോ? പോ. മാങ്ങ ഇല്ലേ? പക്ഷെ മാങ്ങ കണ്ടല്ലോ, അവിടെ അതിൽ വലിയ മാവാണ്. നമുക്ക് അപ്പറെ പോയി പറിക്കാം. അപ്പടെ റിവറിന്റെ സൈഡിലൊരു മാവുണ്ടല്ലോ, ഒരു സ്റ്റിക്കും കൂടെ എടുക്കാം, നമുക്ക് അപ്പുറത്ത് വെക്കത്തുള്ളൂ. അത് നമ്മൾ അവരോട് ചോദിച്ചിട്ട് വേണം പറിക്കാം. നമ്മുടെ മാവല്ല, ഇതാണ് നമ്മുടെ മാവ്. ഓക്കെ ഓക്കെ, ചാട്, ജമ്പി. 1 2 3. അങ്ങനെ തന്നെ, ചാട്. യെസ്, അവരോട് ചോദിച്ചിട്ട് പറിക്കാം. ഇത് നമ്മുടെ മാവല്ല. കണ്ട മാങ്ങ കുറച്ച് ചെറുതായിട്ട് കിടപ്പുണ്ട്. യെസ്, ചോദിക്കാം. ആവശ്യം നമുക്ക് റിവർ കാണിക്കാൻ കൊണ്ടുവന്ന, പക്ഷെ റിവറിൽ വെള്ളമില്ല. പക്ഷെ പോലെ അമ്മ വരട്ടെ.
പണ്ട് എന്തോരം വെള്ളം ഉണ്ടായിരുന്നു മഴ പെയ്തപ്പോ. ഇവിടം വരെ വെള്ളം വരുമായിരുന്നു. ഈ ഇടയ്ക്കും വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം നീന്താമ്പൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. വെള്ളം കുറഞ്ഞപ്പം. ഫൈനലി ഞങ്ങൾക്ക് മാങ്ങ കിട്ടി. നമ്മൾ ഇവിടുന്ന് തന്നെ പറിച്ചു. സ്വന്തം മാങ്ങ, സ്വന്തം മാങ്ങ അല്ലേ? എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല മണമുണ്ട്. കാണിച്ചേ, നീ കഴിച്ചിട്ട് കഴുകിയിട്ട് കഴിക്കാം. നല്ല സ്മെല്ലുണ്ട്. നമ്മൾ നോക്കിയേ. വാ, വീണപ്പോഴേ നല്ല മണമായിരുന്നു. പണ്ടത്തെ ചെറുപ്പത്തിൽ ഓർമ്മ വരുന്നുണ്ട്. ബാച്ചി ബാ കഴി തരാം അമ്മ. കഴിച്ചേ. എങ്ങനെയുണ്ടാ എമ്മി? കിടുക്കാച്ചി ഭയങ്കര ടേസ്റ്റ്. ഉപ്പും മഞ്ഞപ്പൊടി അല്ല, മുളക് പൊടി. എമ്മിയായിരിക്കും. ഇപ്പം ചോറ് കഴിക്കാം. ചോറ് വെച്ചിട്ട് ഇനി മാങ്ങ ഇനിയും വയ്ക്കാം. എങ്ങനെയുണ്ട്? കയ്പുണ്ട്. കയ്പ പുളിയോ? പുളി പുളി. നല്ല ടേസ്റ്റ്. എമ്മി ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ചു. ഞങ്ങൾ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ലഞ്ച് കഴിക്കാനായിട്ട് വീഡിയോ എടുക്കാൻ മറന്നു സത്യം പറഞ്ഞത്. ഫുഡ് കണ്ടപ്പോഴത്തേക്കും വേഗം പോയി ചാടി ഇന്ന് കഴിച്ചു. അല്ലോ ആച്ചി, എന്താ നമ്മള് കഴിച്ചേ? ചോറും തൈരും. അത് വാങ്ങിച്ചു. ഞങ്ങൾ എന്താ കഴിച്ചത്? കടലയും ചോറും നല്ല ഒരു ചമ്മന്തിയും. അടിപൊളിയായിട്ട് അച്ഛമ്മയുടെ ചമ്മന്തി കിടുക്കാച്ച ചമ്മന്തിയാണ്. സൂപ്പർ. അത് മാത്രം മതി ലഞ്ച് കഴിക്കാൻ പറ്റും. കിടുക്കാച്ചിനോ? കിടക്കാച്ച എന്റെ വാക്ക. അപ്പൊ ഞാൻ എന്താ പറയാ, കിടുക്കാച്ചിനോ രാമിയുടെ മാത്രം ഇതാണോ? കൊള്ളാം. എന്തായാലും അടിപൊളി ചമ്മന്തി ആയിരുന്നു, അടിപൊളി സാമ്പാറായിരുന്നു. സാമ്പാറല്ല, കടലക്കറി ആയിരുന്നു. അടിപൊളി ലഞ്ചായിരുന്നു. അതായത് നമ്മൾ കഴിച്ച് കുറച്ച് വിശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മള് വാവച്ചിര മണലെടുക്കും. മണലെടുത്തിട്ട് മണ്ണ് എന്തെങ്കിലും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കളിക്കും. എന്നിട്ട് വീട്ടിൽ പോകും. വാവച്ചിക്ക് അച്ചാമ്മയുടെ സ്നേഹം ഒരു പ്ലേറ്റിലിരിക്കുന്നു. ഇഷ്ടപ്പെട്ട വാച്ചി മുറുക്ക്? അങ്ങനെ നമ്മള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വാച്ചി പതുക്കെ പോ. നമ്മള് അച്ചാമ്മയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോവാണ്. നല്ലൊരു അടിപൊളി മെമ്മറീസ് വാവച്ചിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ കുഞ്ഞായിരുന്നപ്പോ വാവച്ചിന് അതേ പ്രായത്തില് ഞാൻ ആ സ്ഥലത്തൊക്കെ ഓടി കളിച്ച് കുറെ മെമ്മറീസ് എനിക്കിപ്പോ ഉണ്ട്. അപ്പൊ അതേപോലെ വാവച്ചിനെ ഒന്ന് കൊണ്ടുപോയി വാവച്ചിനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ കരുതി കേട്ടോ. വാവച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്, ഞാനും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്റെ അച്ഛൻ മോളിൽ നിന്ന് കാണുന്നുണ്ടാവും. സോ ഐ എം വെരി ഹാപ്പി. അപ്പോ നമുക്ക് ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യാം. വ്ളോഗ് നിർത്താം. ഓക്കെ. അപ്പൊ കുറെ സാധനങ്ങൾ, പച്ചക്കറികളൊക്കെ ഞങ്ങൾ എടുത്തോണ്ട് പോവാണ്. അവിടെ കുറെ ലോഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണല്ലോ എല്ലാ വീട്ടിലും. അപ്പൂപ്പന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കുറെ ലോഡ് കൊണ്ടുപോകുമല്ലോ. അപ്പൊ അങ്ങനെ. അപ്പൊ നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.